സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗൃഹത്തിൽ ശാന്തിയും സ്വസ്ഥതയും പെരുകുന്നതിന് വേണ്ടിയിട്ട്, ശത്രുദോഷമോ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമോ അതുമൂലം ഉണ്ടായിട്ടുള്ള നെഗറ്റിവിറ്റിയോ നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതിന്, അത്തരം ദോഷങ്ങൾ ആരിൽ നിന്നാണോ നമുക്ക് ഭവിച്ചിട്ടുള്ളത് അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതിന് ലളിതമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ്. ഈ പലപ്പോഴും പല ഗൃഹങ്ങളും നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായിരിക്കും. അവിടുത്തെ അംഗങ്ങൾ പരസ്പരം വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എന്നാൽ അവർക്കിടയിൽ, അല്ലെങ്കിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത് വളരെ അകൽച്ചയിലായിരിക്കും. ആ ഗൃഹത്തിൽ അംഗങ്ങൾ പരസ്പരം ശത്രുക്കളായിട്ടായിരിക്കും വസിക്കുന്നത്. മാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, നിരന്തരം രോഗദുരിതങ്ങൾ പെരുകുക, ഗൃഹത്തിൽ വന്നു കയറിയാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകുക, ഗൃഹം ഒരു സ്വസ്ഥതയില്ലാത്ത ഇടമായി പരിണമിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ സൂചിപ്പിച്ചതുപോലെ കടബാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും പെരുകി വരിക, അടിക്കടി രോഗദുരിതങ്ങൾ വർദ്ധിക്കാം. ഇതൊക്കെ തന്നെ ഒരു ഗൃഹത്തിലെ പല ദോഷങ്ങൾ കൊണ്ടും വരാം. വാസ്തുദോഷങ്ങൾ കൊണ്ട്, ശത്രുക്കളുടെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പ്രാഗിയോ അല്ലെങ്കിൽ നമ്മളെ ശപിച്ചോ ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മൾ ഗതി പിടിക്കുന്നതിൽ അസൂയ മൂത്ത് അല്ലെങ്കിൽ ദൃഷ്ടി പതിഞ്ഞുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാം. ഇത് ഗൃഹത്തിന്റെ മാത്രം കാര്യമല്ല. ഇപ്പൊ നമുക്കൊരു കച്ചവട സ്ഥാപനമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഉണ്ട് എങ്കിൽ അവിടെയും നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാമെന്നുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളൊരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെയും ഈ രീതിയിൽ ആഭിചാര ദോഷങ്ങളോ നെഗറ്റിവിറ്റിയോ ഒക്കെ തന്നെ ബാധിക്കപ്പെട്ട് കച്ചവടം നഷ്ടപ്പെട്ട് കടത്തിന്റെ വക്കിലേക്ക് നമ്മൾ പലപ്പോഴും ചെന്ന് വീഴാം. അപ്പോൾ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ ഗൃഹത്തിലോ ഒക്കെ തന്നെ ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായി നമുക്ക് ഒരു വസ്തു ആവശ്യമാണ്. അത് നമുക്ക് ഇന്ദുപ്പാണ് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് ഹിമാലയൻ സാൾട്ട് എന്നാണ്. ഇത് കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് സാധാരണ ഗൃഹത്തിൽ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഇന്ദുപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫലം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ്. സാധാരണ ഉപ്പിനേക്കാൾ ദിവ്യമായ ഒരു ഊർജം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി സങ്കല്പമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം, ശാന്തി, ഗൃഹ ഐശ്വര്യം, സമാധാനം, സ്നേഹം, കരുണ, സന്തോഷം, ഇങ്ങനെ ഇത്യാദി വികാരങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇത്യാദി സുഖ ഭോഗങ്ങൾ, സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മഹാലക്ഷ്മിയിലാണ്. ആ ലക്ഷ്മി നമ്മിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കുടുംബത്തിൽ തന്നെ സ്വസ്ഥത കുറവുകൾ ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലായിരുന്നാലും കച്ചവടം കുറയുക, സാമ്പത്തിക ബുദ്ധിമുട്ട് പെരുകുക. ഇതിന്റെ ഒരു പ്രധാന കാരണം ലക്ഷ്മി ആ ഒരു ഗൃഹം വിട്ടോ സ്ഥലം വിട്ടോ പോയി എന്നുള്ളതാണ്. ആ ലക്ഷ്മിയെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ആ ലക്ഷ്മി ദേവിയെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കർമ്മം ചെയ്യാം. ഇതിനായിട്ട് ഹിമാലയൻ സാൾട്ട് നമുക്ക് ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കിട്ടാത്ത സാഹചര്യത്തിൽ സാധാരണ കല്ലുപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും പോസിറ്റിവിറ്റി നിറയ്ക്കാനും, അല്ലെങ്കിൽ ലക്ഷ്മി ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനും, ലക്ഷ്മി ദേവിയെ ആകർഷിക്കാനും, ഈശ്വരീയമായ ശക്തികളെ പ്രസരിപ്പിക്കുവാനും ഉപ്പിന്, പ്രത്യേകിച്ച് ഇന്ദുപ്പിന് അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ടിന് ഒരു കഴിവ് പറയുന്നുണ്ട്. മാത്രമല്ല ഹിമാലയൻ സാൾട്ടില് പരമേശ്വരന്റെ ആ ഒരു ചൈതന്യം, അല്ലെങ്കിൽ പരമേശ്വരന്റെ സ്വർണ്ണാകർഷണ ഭൈരവ മൂർത്തിയുടെ ആ ഒരു ചൈതന്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്വർണ്ണാകർഷണ ഭൈരവ മൂർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഭൂമിയിലെ അളവറ്റ സമ്പത്തിന്റെ ഒരേ ഒരു ഉടമ എന്ന് പറയുന്നത് സാക്ഷാൽ ഈ സ്വർണ്ണാകർഷണ ഭൈരവ മൂർത്തിയാണ്. മഹാലക്ഷ്മിക്ക് സർവവിധമായ സമ്പത്തും പകർന്നു നൽകിയത് പരമേശ്വരന്റെ ഈ ഒരു ഭാവമാണ്. അതായത് പരമേശ്വരനാണ് ഈ സമ്പത്ത് മുഴുവൻ ഉള്ളത്, ഭഗവാനാണ് ഈ സമ്പത്ത് ഉള്ളത്. ഭഗവാൻ അത് ലക്ഷ്മി ദേവിക്ക് കൊടുക്കുകയാണ്, വരമായി ദാനമായി കൊടുക്കുകയാണ്. ആ ലക്ഷ്മി ദേവിയാണ് പിന്നീട് അത് മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുബേരനിലൂടെ നമുക്ക് എത്തിക്കുന്നത്. അപ്പോൾ
സർവ്വവിധ സമ്പത്തിന്റെയും ഉറവിടമായ പരമേശ്വരന്റെ സ്വർണ്ണാകർഷണ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹവും നമുക്ക് ഗൃഹത്തിൽ ലഭിക്കുന്നതിന് ഈ ഹിമാലയൻ സാൾട്ട് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. 2 ദിവസങ്ങളുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഭൂമിയിൽ വർദ്ധിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് പൊതുവെ ഹൈന്ദവ കർമ്മങ്ങൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഈ ദിവസങ്ങൾ പൊതുവെ പ്രാർത്ഥനയും ഭജനയും ഈശ്വര സ്മരണയും ഒക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റിയെ അതിന്റെ കൂടോടുകൂടി നമുക്ക് ഒഴിപ്പിക്കാനോ നശിപ്പിക്കുവാനോ സാധിക്കും. ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഗൃഹവും പരിസരവും നന്നായി അടിച്ചു വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മളെ കൊണ്ട് നീക്കാൻ സാധിക്കുന്ന ബാഹ്യമായ നെഗറ്റിവിറ്റിയെ നമ്മൾ നീക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളെ ചവറ് ഇതൊക്കെ നമ്മൾ നീക്കുക. ശേഷം അദൃശ്യമായിരിക്കുന്ന നെഗറ്റീവായ വസ്തുക്കളെ നീക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജ്ജത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ഉപയോഗിച്ചുള്ള കർമ്മം ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബൗൾ എടുക്കുക. ഗ്ലാസ് ബൗളാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതില് ഈ ഹിമാലയൻ സാൾട്ട് നിറച്ച് നിങ്ങളുടെ ഹാളില് ഏതെങ്കിലും ഒരു ഒതുങ്ങിയ മൂലയിൽ നിങ്ങൾ ആരും കാണാത്ത രീതിയിലോ കാണുന്ന രീതിയിലോ വെച്ചു എന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അത് നിങ്ങൾ സൂക്ഷിക്കുക. നേരിട്ട് തറയിലേക്ക് ഉപ്പ് വയ്ക്കാൻ പാടില്ല. ഉപ്പ് മഹാലക്ഷ്മിയാണ്, അപ്പൊ അതിനെ നിന്ദിക്കാൻ പാടില്ല. മാത്രമല്ല ഉപ്പ് അലിഞ്ഞ് നമ്മുടെ തറയൊക്കെ കേടാകാനൊക്കെ ഉള്ള സാധ്യതയും സാഹചര്യവും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് ഇങ്ങനെ തന്നെ വെക്കുക. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലും ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് മാറ്റുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ഇത് മാറ്റി കൊടുക്കുക. അതിനായിട്ട് ഒരു പിടി നമ്മൾ ഉപ്പ് ഉപയോഗിച്ചാൽ മതിയാകും. ചെറിയൊരു ബൗളിൽ ഇതിന് ഒരു സ്ഥലത്ത് ഒതുങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കുക. മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇതിനെ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇതിനെ നീക്കം ചെയ്യുക. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിനവും ആളുകൾ വന്നു പോകുന്നതാണ്. അവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് അത് നീക്കം ചെയ്യാം. ഇപ്പൊ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമുക്കത് നീക്കം ചെയ്താൽ മതിയാകും. ഒഴുകുന്ന വെള്ളത്തിലോ ആരും ചവിട്ടാനിടയില്ലാത്തൊരു സ്ഥാനത്തോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ജലത്തിൽ ലയിപ്പിച്ചിട്ട് സിങ്കിലൂടെ ഒഴിച്ച് കളയാൻ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് എവിടെ ഉപേക്ഷിച്ചാലും, അതായത് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ, ഇപ്പൊ സിങ്കൊക്കെ ഗൃഹത്തിനുള്ളിലാണല്ലോ, അവിടെ നമ്മൾ ഒഴിച്ച് കളഞ്ഞാൽ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ഗൃഹത്തിന് പുറത്ത് നിങ്ങൾ ഇത് കൊണ്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഗൃഹത്തിലേക്ക് വരുമ്പോൾ കൈകാൽ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം ഗൃഹത്തിനുള്ളിൽ കയറുക. തിരിഞ്ഞു നോക്കാനും പാടില്ല എന്നുള്ളതാണ്. ഗൃഹത്തിനുള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കി എന്നുള്ളത് കൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ ദോഷങ്ങൾ അകറ്റി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ ദൃഷ്ടി പദത്തിൽ നിന്ന് ആ ഒരു ക്ഷേത്രം മറയുന്നത് വരെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. ദോഷങ്ങൾ നമ്മളെ വീണ്ടും നമ്മോടൊപ്പം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ദോഷങ്ങൾ ഒഴിച്ച് കളഞ്ഞാൽ നമ്മളതിനെ പിന്നീട് തിരിഞ്ഞു നോക്കാതെ ഗൃഹത്തിനുള്ളിലേക്ക് വരും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി പരിപൂർണമായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീങ്ങിപ്പോകും. കുറച്ച് ഉപ്പെടുത്ത് അല്ലെങ്കിൽ ഈ ഹിമാലയൻ സാൾട്ട് എടുത്തിട്ട് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും ആ മുറ്റം വരുന്ന ഭാഗത്ത് വിതറി കൊടുക്കുന്നതും, അതായത് തൂത്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അല്പം ആ വിതറി കൊടുക്കുന്നതും, അത് പൊടിച്ചോ ഒക്കെ നിങ്ങൾ വിതറി കൊടുക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഗൃഹത്തെ ദൈവികമായ ഒരു സംരക്ഷണം ലഭിക്കുന്നതിനും സാമ്പത്തിക വരവിനും ലക്ഷ്മി കടാക്ഷത്തിനും ഇത് അത്യൈശ്വര്യപ്രദമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ. കടം പരിപൂർണമായി നീങ്ങിപ്പോകും. ഭൈരവസ്വാമിയുടെ, പ്രത്യേകിച്ച് സ്വർണ്ണാകർഷണ ഭൈരവമൂർത്തിയുടെ, മഹാലക്ഷ്മിയുടെ, കുബേരന്റെ ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ കർമ്മത്തിലൂടെ ഉണ്ടാകും. ധനം കുതിച്ചൊഴുകി ഗൃഹത്തെ നിറയ്ക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശത്രുദോഷ ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവര് അവരെ നശിക്കാൻ തുടങ്ങും. നിങ്ങൾ അവർക്ക് മുന്നിൽ ഒരു രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ ഉപജാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ദോഷത്തിൽ നിന്നിട്ട് പരിപൂർണമായ സംരക്ഷണ കവചം ഹിമാലയൻ സാൾട്ട് നിങ്ങൾക്ക് ഒരുക്കി നൽകും. അകാരണമായ കലഹം നീങ്ങിയിട്ട് ഗൃഹത്തിൽ ഒരു ശാന്തിയും സ്വസ്ഥതയും ഉറപ്പായി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. രോഗങ്ങൾ പൂർണ്ണമായി ഗൃഹം വിട്ട് പോകുന്നതാണ്. ഈ ഒരു ആത്മീയ കർമ്മം തികഞ്ഞ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഫലം ഉറപ്പായി ലഭിക്കും എന്നുള്ളതാണ്. ഈ ഹിമാലയൻ സാൾട്ട് ഹിന്ദുപ്പ് നിങ്ങൾക്ക് എവിടെ ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അങ്ങാടി കടകളുണ്ട് എന്നുണ്ടെങ്കിൽ, പച്ചമരുന്ന് വിൽക്കുന്ന കടകളുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിക്കാനായിട്ട് കിട്ടും. വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി.